7 കമ്പൽസറി പോസ്റ്റ് ഡബിൾ ബൈസെപ്സ്, വിങ്സ്, ട്രൈസ്, ബൈസ്, ആർട്സ് അങ്ങനെ പിടിച്ചു കാണിക്കണം. മിസ്റ്റർ ഇന്ത്യ മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച ഒരു ചെറുപ്പക്കാരനാണ് നമ്മുടെ കൂടെയുള്ളത്. ചെറുപ്പക്കാരൻ്റെ വയസ്സ് 59. സുരേഷ് ചേട്ടനാണ് നമുക്കൊപ്പോൾ ഉള്ളത്. സുരേഷ് ചേട്ടൻ നമസ്കാരം. ഇത്തരം ഒരു ഏരിയയിലേക്ക് വന്നത് ഈ അടുത്ത കാലത്താണോ നേരത്തെ തന്നെ വർക്കൗട്ട് ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ 30 വർഷം കൊണ്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ 87 KSRTCയിൽ കണ്ടക്ടറായിട്ട് കയറി. എന്നിട്ട് അതിന് മുമ്പ് തന്നെ വർക്കൗട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. അന്നു മുതലേ ഈ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. നമുക്ക് കാണുമ്പോൾ ഒരു തരം അസൂയ തോന്നുന്ന രീതിയിലുള്ളൊരു ഷേപ്പാണ്. പക്ഷേ ഇതിന് ഫുഡൊക്കെ ഒരുപാട് കൺട്രോൾ ചെയ്യണ്ടേ? ഫുഡ് കൺട്രോളിങ് മെയിനായിട്ട് നമ്മൾ കോമ്പറ്റീഷൻ ടൈമിലാണ്. അല്ലാത്തപ്പോൾ നോർമൽ ഫുഡ് ഉണ്ട്, എന്നാലും ഫാറ്റ് കയറാത്ത കുറേ ഫുഡുകൾ കഴിക്കും. കോമ്പറ്റീഷൻ സമയത്ത് ഫുൾ ഡൈറ്റാണ്. ഡയറ്റ് എന്ന് പറയുമ്പോൾ എഗ് വൈറ്റും ചിക്കൻ പുഴുങ്ങിയതും മാത്രം, അതാണ് നമ്മുടെ ഡയറ്റ്. അത് 3 നേരം അത് മാത്രമേ കഴിക്കുള്ളൂ. വേറെ ടേസ്റ്റ് ഒക്കെ തോന്നി കഴിഞ്ഞാൽ ഒന്നും തോന്നില്ല. ചായ കാപ്പിയൊന്നും ഒന്നും കുടിക്കത്തില്ല. പാല്, ചായ, മോര്, തൈര് ഒന്നുമില്ല, എല്ലാം ഇതിനകത്ത് തന്നെ. അപ്പൊ ഈ കാണുന്ന സൗന്ദര്യം ഉണ്ടാക്കിയെടുക്കാനേ കുറച്ച് പാടാണല്ലേ? അപ്പൊ വീട്ടിലൊക്കെ അപ്പൊ വേറെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോ ഒന്നുമില്ല. നമുക്ക് വേണ്ടാന്ന് വെച്ചാൽ നമുക്ക് വേണ്ട. കാരണം നമ്മളൊരു ഉദ്ദേശം കൊണ്ട് നിൽക്കില്ലേ, ഇങ്ങനെ ടൈറ്റിൽ വാങ്ങിക്കണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഏത് ഫുഡ് കല്യാണത്തിന് പോയാലും എന്തായാലും നമ്മൾ മാറി അവിടെയൊക്കെ ഉണ്ട്, ബാക്കി ഫുഡൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ മനസ്സിനൊരു ധൈര്യം കൊടുത്തങ്ങ് മുമ്പോട്ട് പോയി ഫുഡെല്ലാം കൺട്രോൾ ചെയ്ത് നമ്മളൊരു അച്ചീവ്മെൻ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ ടൈറ്റിൽ കിട്ടണം എന്നുള്ളത് കിട്ടി. ദൈവം സഹായിച്ച് നമുക്കിപ്പം ഈ ഫെബ്രുവരി 23 പോണ്ടിച്ചേരി വെച്ച് നടന്ന മാസ്റ്റേഴ്സ് മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷനിൽ മിസ്റ്റർ ഇന്ത്യ ആയിട്ട് തിരഞ്ഞെടുത്തു. ആ കോമ്പറ്റീഷനിലേക്ക് എത്തിയ ഒരു പ്രാക്ടീസും അതിലേക്ക് എത്തുന്നതും വിജയിച്ചതും ഒന്ന് പറയൂ. കോമ്പറ്റീഷൻ എത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം മിസ്റ്റർ കൊല്ലം കോമ്പറ്റീഷൻ നടന്നു. അതിൽ ടൈറ്റിൽ വന്നു, മാസ്റ്റേഴ്സ് ടൈറ്റിൽ വന്നു. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റേറ്റിന് പോകാൻ സെലക്ഷൻ വന്നു. സ്റ്റേറ്റിൽ സെലക്ഷൻ വന്നതിന് ശേഷമാണ് നമ്മൾ നാഷണൽ സെലക്ഷൻ വരുന്നത്. അന്നേരം സ്റ്റേറ്റ് പ്രാവശ്യം ഈ കൊറോണയ്ക്ക് അതിൻ്റെ സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ആയിട്ട് നടത്തില്ല, സെലക്ഷൻ ട്രയലായിരുന്നു തൃശ്ശൂർ വെച്ച്. അതിൽ സെലക്ഷൻ ട്രയലിൽ നമുക്ക് സെലക്ഷൻ വന്നു, ഫസ്റ്റ് വന്നു മാസ്റ്റേഴ്സ് കളിക്കാനായിട്ട് 50 വയസ്സിന് മുകളിലുള്ളവരുടെ. ഇത് 3 ക്ലാസ് ഉണ്ട്. 40 വയസ്സ് തൊട്ട് 50 വയസ്സ് ഒരു ക്ലാസ്, 50 തൊട്ട് 60 വയസ്സ് ഒരു ക്ലാസ്, 60 മേളിലോട്ട് ഒരു ക്ലാസ്. അതിൽ നമുക്ക് 50 വയസ്സ് 60 ഇടയ്ക്ക്, ഇപ്പം 59 വയസ്സായതുകൊണ്ട് 50 60 ഇടയ്ക്കുള്ള ഒരു ക്ലാസ്സിൽ നമുക്ക് ടൈറ്റിൽ വന്നതുകൊണ്ട് നാഷണൽ കളിക്കാൻ പോണ്ടിച്ചേരി പോകാൻ സെലക്ഷൻ വന്നു. ഫെബ്രുവരി 22-23 പോണ്ടിച്ചേരിയിൽ മാസ്റ്റേഴ്സ് ടൈറ്റിൽ വന്നു. അങ്ങനെ നമ്മുടെ ഒരു ആഗ്രഹം നിറവേറി. കേരളത്തിൽ ആദ്യമായിട്ടാണ് മാസ്റ്റേഴ്സ് മിസ്റ്റർ ഇന്ത്യ വരുന്നത്. വിൻ ചെയ്യുന്ന സമയത്ത് ഒരു മനസ്സിലെന്താ ഒരു മനസ്സിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 26 പേരെ കണ്ടുണ്ടാകും കോമ്പറ്റീഷനിൽ. അതിൽ ബെസ്റ്റ് ഓഫ് 10 എടുക്കും ആദ്യം, അത് കഴിഞ്ഞ് ബെസ്റ്റ് ഓഫ് 5. ഈ ബെസ്റ്റ് ഓഫ് 5-ൽ നിന്നാണ് നമ്മളെ മാസ്റ്റേഴ്സ് മിസ്റ്റർ ഇന്ത്യ തിരഞ്ഞെടുക്കുന്നത്. ആദ്യം അവർ 5th നമ്പർ തൊട്ടാ 5th പ്രൈസ് തൊട്ടാ വിളിക്കുന്നത്. 5th 4th 3rd പിന്നെ 2 പേരേ ഉള്ളൂ. അപ്പോഴാണോ മാനസികമായിട്ട് നമ്മൾ തകരുന്നത്, ഈ ആരെ വിളിക്കും എന്നുള്ള ടെൻഷൻ. പക്ഷേ ദൈവം സഹായിച്ച് എല്ലാവരുടെയും പ്രാർത്ഥനയും മറ്റും കൊണ്ട് രണ്ടാമത്